ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ? അപ്പം ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. രേഷ്മയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ ജോലിയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ കരുതി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും എൻ്റെ വിശേഷങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കലാണല്ലോ എൻ്റെ ജോലി. അപ്പോൾ അങ്ങനെ തന്നെ ആകാം, വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളാകാമെന്ന് കരുതി. അപ്പോൾ വിളക്കത്തിയിട്ട് നാമം ചെല്ലൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ അടുക്കളയിലെ കുറച്ച് പണികളായിട്ട് ഞാൻ വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ജോലികളൊക്കെ പെൻഡിങ് ആയിരുന്നു അടുക്കളയിൽ. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് നെത്തോലി ഉണ്ടായിരുന്നു, അത് വൃത്തിയാക്കി വെച്ചേക്കുമായിരുന്നു. അത് നമ്മുടെ സാധാരണ വറക്കാനുള്ള പൊടികളെല്ലാം ചേർത്തിട്ട് അടുപ്പയിലാക്കിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ചോറെല്ലാം ഞാൻ അവിടെ നിന്ന് പകർന്ന് മാറ്റി, അല്ലെങ്കിൽ ഞാൻ എല്ലാം പകർന്ന് മാറ്റി അങ്ങ് ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് അവിടെ അടുപ്പെല്ലാം വൃത്തിയാക്കി വെക്കും എപ്പോഴും. അതാണ് നല്ലത്. എപ്പോഴും ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കരുതി, അങ്ങനെ വെക്കാമെന്ന് കരുതി. രണ്ടുപേരെൻ്റെ പിന്നാലെ നടക്കുക. അപ്പോൾ ഞാൻ കരുതി മീൻ വറുത്ത് കഴിഞ്ഞിട്ട് അവർക്ക് അത് കൂട്ടി ചോറ് കൊടുക്കാമെന്ന് കരുതിയ ഒന്ന് നമ്മുടെ സുന്ദരിമണിയും നമ്മുടെ കൊച്ചവളുണ്ടല്ലോ കുറുമ്പി, അവളും പിന്നെ അവളുടെ അമ്മയാണ്. അവളുടെ അമ്മ ഇവിടെ പ്രസവിച്ച് ഇവിടെ 4 കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കുമല്ലേ. അപ്പോൾ അവർക്കും ഞങ്ങൾ ചോറ് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ മീൻ അവിടെ ഇരുന്ന് ആവട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ഞാൻ ഇവിടെ പൊതുവെ വൃത്തിയാക്കുന്നതാണ്, എന്നും ഇവിടെ വൃത്തിയാക്കി ചാരമൊക്കെ നീക്കം ചെയ്യുന്നത്. വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ജോലി ഒതുങ്ങുന്നതാണ്. ഇന്ന് ഞാൻ വീട്ടിലില്ലാത്തത് കൊണ്ടാണ് എനിക്കിത് പെൻഡിങ് ആയിപ്പോയത്. അപ്പോൾ വിളക്ക് കത്തിച്ചിട്ട് മീനൊക്കെ തൊടണ്ടായോ, അതുകൊണ്ട് ഞാൻ കരുതി എന്നാൽ വിളക്ക് കത്തിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചെയ്യാം എന്ന് കരുതിയാണ്. അപ്പോൾ എൻ്റെ ക്യാമറാമാൻ നോൻ ഇന്ന് പാർത്തനാണ്. കണ്ടോ, അവൻ്റെ കയ്യിൽ ക്യാമറ കിട്ടിക്കഴിഞ്ഞാലുള്ള പരിപാടി ഇങ്ങനെയൊക്കെയാണല്ലോ, ക്യാമറാമാൻ നോൻ അങ്ങനെയാണ്. അപ്പം ഞാൻ കുറച്ച് പാത്രങ്ങൾ, ഒഴിഞ്ഞ നമ്മൾ ചോറും കറിയൊക്കെ പകർന്ന് വെക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ, ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നേരത്തെ തന്നെ കഴുകിയിട്ടാണ് പോയത്. അപ്പം നമ്മുടെ നെത്തോലി അവിടെ ഇരുന്ന് ഫ്രൈ ആവുന്നു. ഇച്ചിരി തോനെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് മൊത്തം ഞാനങ്ങ് ഫ്രൈ ആക്കാനെടുത്ത്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചെന്നാൽ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി പരിപാടിയിലേക്ക് തുടങ്ങാം. വൈകിട്ട് അത്താഴത്തിനൊക്കെ അങ്ങനെ കാര്യമായിട്ട് കറികളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ട് കറികളൊക്കെ വെക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഒന്ന് പാത്രമൊക്കെ കഴുകിയിട്ട് എനിക്കിങ്ങനെയാണ്, ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം എനിക്ക് വീണ്ടും അടുത്ത പരിപാടിയിലേക്ക് തുടങ്ങാൻ തോന്നത്തുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചോപ്പർ ഞാൻ അവിടെ വെച്ചേക്കുമായിരുന്നു, അപ്പോൾ അതെടുത്ത് വെക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ വിചാരിച്ചു അച്ചിങ്ങ മെഴുക്ക് വരട്ടെ. അണ്ണന് ഭയങ്കര ഇഷ്ടമാണ് അച്ചിങ്ങ മെഴുക്ക് വരട്ടെ. അപ്പോൾ അത് ഞാനങ്ങനെ അരിയാണ്. അച്ചിങ്ങ ഒടിയൻ പയർ എന്നൊക്കെ പറയും, ഇത് അച്ചിങ്ങ, ഞങ്ങളിവിടെ അച്ചിങ്ങയെന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ കരുതി 2 ദിവസമായി ഫ്രിഡ്ജിലിരുന്ന് ഇങ്ങനെ തളർന്ന് പോണക്കായി. അപ്പോൾ നമുക്ക് ഒടിച്ചെടുക്കാനൊക്കത്തില്ല. അപ്പോൾ പിച്ചാത്തി കൊണ്ട് തന്നെ അരിഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ കരുതി എന്നാൽ അണ്ണം വരാറാകുമ്പോഴത്തേനെല്ലാം പടപടേന്ന് വെക്കാം എന്ന് കരുതി. പക്ഷേ എന്ത് ചെയ്യാനാ, മെഴുക്കുവരട്ടിക്കുള്ളത് അടുപ്പയിലായപ്പോഴത്തേക്കിനും ആൾ വന്ന്. അതുകൊണ്ട് പിന്നെ അത് തന്നെയല്ല, അന്നേരം കഴിക്കണമെന്നൊന്നും ഇരുന്നില്ല. കാരണം ഇവിടെ അടുത്തൊരു മരണം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ പോയതിനിട്ട് വന്നതിന് ശേഷമാണ്, പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കഴിക്കാനിരുന്നത്. അതുകൊണ്ട് എന്തായാലും എല്ലാം ആയിക്കഴിഞ്ഞപ്പോഴാണ്, എല്ലാം സെറ്റായി വന്നപ്പോഴത്തേക്കിനും ആൾ എല്ലായിടും പോയിട്ടൊക്കെ വന്നു. അങ്ങനെ പിന്നെ അച്ചിങ്ങ മെഴുക്ക് വരട്ടിക്കുള്ളതെല്ലാം ഞാൻ അരിഞ്ഞ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ കരുതി എന്നാൽ ഒരു സലാഡും കൂടെ ഉണ്ടാക്കാം. അണ്ണന് ഭയങ്കര ഏറ്റവും ഇഷ്ടമുള്ള 2 കറികളാണ്, ഒന്ന് സലാഡും ഒന്ന് അച്ചിങ്ങ മെഴുക്ക് വരട്ടി. ഇത് രണ്ടും ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട, ചോറിൻ്റെ കൂടെ ഇത് മാത്രം ഇളക്കി പരത്തി കഴിച്ചോളും. ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പോൾ ചുമ്മാ നമ്മൾ തൈര് ചേർത്തില്ലെങ്കിലും ചുമ്മാതെ നമ്മൾ എടുത്താലും ഇഷ്ടമാണ് സലാഡ്. അപ്പം ഇത് ഞാൻ ചോറ് വരട്ടുന്നതെന്ന് പറഞ്ഞിട്ട് 2 പേര് കാവലിരിക്കുന്നുണ്ട്, അവർക്ക് 2 പേർക്ക് കൊടുക്കാനാണ്. മീൻ വറുത്തതായപ്പം അവർക്കങ്ങ് കൊടുക്കാമെന്ന് കരുതി. അപ്പം സലാഡിനുള്ള എല്ലാം ഞാൻ തൈരും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തു. പിന്നെ മെഴുക്ക് വരട്ടി, ഞാനിപ്പോൾ എന്താ മെഴുക്ക് വരട്ടി വെച്ചാൽ അതിനകത്ത് തേങ്ങ കൊത്തിടും കേട്ടോ, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ജോലിയൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട്. ചൂട ഫ്രൈ, പിന്നെ തൈര് സലാഡ്, പിന്നെ അച്ചിങ്ങ മെഴുക്ക് വരട്ടി, പിന്നെ രാവിലത്തെ മത്തിക്കറി ഉണ്ടായിരുന്നു, തേങ്ങ അരച്ച് വെച്ച മത്തിക്കറി, പിന്നെ നമ്മുടെ ചോറ്. ഇത്രയായിരുന്നു ഇന്ന് വൈകിട്ടത്തേക്കുള്ള വിഭവങ്ങൾ. പിന്നെ എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കണം, ഗ്യാസൊക്കെ തുടച്ച് ഒന്ന് ക്ലീൻ ചെയ്ത്, അത്രയേ ഉള്ളൂ പരിപാടി. അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ അടുക്കള എപ്പിസോഡ് തീരും കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. കുഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പം എൻ്റെ ഈ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ ഇങ്ങനെ ഓണാക്കി വെച്ചിരുന്നാൽ എൻ്റെ വീഡിയോ ഇങ്ങനെ ഓടിപ്പോയിക്കോളും. നിങ്ങളിങ്ങനെ ലൈക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം കാത്തു നിൽക്കേണ്ട. പിന്നെ അതുകൊണ്ട് തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേനെ. അപ്പോൾ നമുക്ക് വേറെ വിശേഷങ്ങളായിട്ടൊക്കെ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ, താങ്ക് യു.